കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട് ആദിവാസി ഉന്നതിയിൽ ഒരു മാസത്തിനിടെ ആത്മഹത്യ ചെയ്തത് സഹോദരങ്ങളായ രണ്ടുപേർ. മുതുകാട് കുളത്തൂർ ഉന്നതിയിലെ വിൽസന്റെ മകൻ ബിനുവിനെയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തുടർച്ചയായ മരണങ്ങളിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. ഒരു മാസത്തിനിടെ ഒരു കുടുംബത്തിലെ രണ്ടാമത്തെ ആളെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരുവണ്ണാമൊഴി മുതുകാട് കളത്തൂർ ഉന്നതിയിലെ വിൽസന്റെയും പരേതയായ റീനയുടെയും മകൻ ബിനുവാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 19-ന് സഹോദരൻ വിപിനെ വീടിന് സമീപമുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 16 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത മരണവുമുണ്ടായി. വിപിന്റെ മരണശേഷം കുടുംബം കുളത്തൂർ സാംസ്കാരിക നിലയത്തിന് സമീപം ആൾതാമസമില്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഇവിടെ വീടിനുള്ളിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ബിനുവിനെ കണ്ടെത്തിയത്. മരണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മഹത്യകൾ എന്ത് വന്നാലും ആത്മഹത്യ എന്ന് പറഞ്ഞ് അതിൽ അന്വേഷണം കഴിഞ്ഞ് തീർന്നു. പിന്നെ മുന്നോട്ടുള്ള ഇത് ഒന്നില്ലെങ്കിൽ ഒരു കലക്ടർ ഭാഗത്തു നിന്നൊരു അന്വേഷണം വന്ന് എന്താണ് ആദിവാസി ഊരുകളിൽ എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലാ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷിക്കുക. ഇതൊന്നുമില്ല. വിൽസന്റെ മറ്റൊരു മകൻ അനുവിനെ 2018 ജൂലൈയിൽ വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആത്മഹത്യയെന്ന് കണക്കാക്കി പോലീസ് കൂടുതൽ അന്വേഷണത്തിന് മുതിർന്നില്ല. 2019 നവംബറിൽ വിൽസന്റെ ഭാര്യ റീനയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് മകൻ സുനിൽ നടത്തിയ കൊലപാതകമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അനുവിനെയും സുനിൽ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായി. കേസിൽ അറസ്റ്റിലായ സുനിൽ ഇപ്പോൾ ജയിലിലാണ്. ഇവിടെ അടുത്ത കാലത്തുണ്ടാകുന്ന മരണങ്ങളുടെയെല്ലാം പ്രധാന കാരണം ലഹരിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.